ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഇലക്ട്രോൺ കോളേജ്. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ലിമിറ്റ്സ് കഴിഞ്ഞു അല്ലേ. ഇനിയിപ്പോൾ ഡിഫറൻസിയേഷനിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് കടക്കുന്നത്. ഡിഫറൻസിയേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്, ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഒരു ഏരിയ ആണ്, എല്ലാവർക്കും അറിയാം അല്ലേ. അപ്പം ഡിഫറൻസിയേഷൻ്റെ കുറച്ച് ഫോമുലകളും കാര്യങ്ങളാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. നമുക്ക് ആദ്യം ഫോമുലകൾ പഠിക്കാം, പിന്നെ അതോടൊപ്പം തന്നെ നമുക്ക് എന്ത് ചെയ്യാം, പ്രോബ്ലംസ് ചെയ്യാം. ഓക്കെ, സോ വി വിൽ ബി മൂവിങ് ഓൺ ടു അവർ ഡിഫറൻസിയേഷൻ. അപ്പോൾ ഡിഫറൻസിയേഷനിൽ നമ്മൾ ആദ്യം നമ്മളൊരു ഡിഫറൻസിയേഷൻ്റെ സംഭവങ്ങൾ എഴുതുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ശരിക്കും ഡിഫറൻസിയേഷനിൽ നമ്മൾ എഴുതുമ്പോൾ നമുക്ക് രണ്ട് വാല്യൂകൾ ഉണ്ടാവും, നമ്മൾ എക്സും വൈയും അല്ലേ. അപ്പം ഇതൊരു കണ്ടിന്യൂസ് ഫംഗ്ഷനാണ് നമ്മൾ അസ്യൂം ചെയ്യുമ്പോൾ, നമ്മൾ എക്സിന് ഒരു ചെറിയൊരു ഇൻക്രിമെൻറ്റ് സംഭവിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്തും, ഡെൽറ്റ എക്സ് എന്ന് എഴുതും. അതുപോലെ വൈക്ക് ചെറിയൊരു ഇൻക്രിമെൻറ്റ് സംഭവിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഡെൽറ്റ വൈ എന്ന് എഴുതും. ശരിയല്ലേ. അപ്പോൾ നമ്മൾ ഒരു ഫംഗ്ഷൻ നിങ്ങൾക്ക് തരുവാണ്, വൈ ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് തന്നിട്ട് അതിൽ തന്നെ എക്സിനും വൈക്കും രണ്ട് ഇൻക്രിമെൻറ്റുകൾ തന്നു, എക്സും വൈ, ഡെൽറ്റ എക്സും ഡെൽറ്റ വൈ എന്ന് തന്നാൽ ആ റേഷ്യോനെ വിളിക്കുന്ന പേരാണ് ഇൻക്രിമെൻ്റൽ റേഷ്യോ. ഓക്കെ, ആ റേഷ്യോനെ വിളിക്കുന്ന പേരാണിത് ഇൻക്രിമെൻ്റൽ റേഷ്യോ. അപ്പോൾ ആ ഇൻക്രിമെൻറ്റ് എന്താണെന്നുള്ള കൺസെപ്റ്റ് പറഞ്ഞു തന്നതാണ്. ഓക്കെ, ഇനി ഡിഫറൻഷ്യൽ കോഎഫിഷ്യൻ്റ് എന്താണ്, അല്ലെങ്കിൽ ഡെറിവേറ്റീവ് ഒന്നിങ്ങനെ നിങ്ങൾക്ക് ഇങ്ങനെ വിളിക്കാം, ഡിഫറൻഷ്യൽ കോഎഫിഷ്യൻ്റ് അല്ലെങ്കിൽ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്ക് നോക്കാം. ക്ലിയർ. അപ്പോൾ നമ്മളൊരു ഫംഗ്ഷൻ എടുക്കുകയാണ്, ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ വൈ ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എടുക്കുകയാണെങ്കിൽ വാട്ട് ഹാപ്പൻസ് വെൻ ഒരു സ്മോൾ ഇൻക്രിമെൻറ്റ് ഡെൽറ്റ എക്സ് എടുക്കുകയാണ്, അല്ലെങ്കിൽ ഒരു കറസ്പോണ്ടിങ് എലമെൻറ്റ് ഡെൽറ്റ വൈ എടുക്കുകയാണെങ്കിൽ നമ്മളെ ലിമിറ്റ്, നമ്മളെ ഇൻക്രിമെൻ്റൽ ലിമിറ്റ് ആസ് ദ ഇൻക്രിമെൻ്റൽ ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻസ് ടു 0, അതുപോലെ നമ്മൾ ഡെൽറ്റ വൈന് അല്ല നമുക്ക് എന്ത് പറയാം, ഈ ഡെൽറ്റ എക്സ് ടെൻസ് 0 ആണെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ലിമിറ്റ് of the incremental ratio as delta x tends to 0 is called the differential coefficient of, it is said to be the differential coefficient of y with respect to x. ക്ലിയർ. അപ്പോൾ ഡിഫറൻഷ്യൽ കോഎഫിഷ്യൻ്റ് അല്ലെങ്കിൽ ഡെറിവേറ്റീവ് എന്ന് പറയുന്ന സാധനം എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങളത് ഓർക്കണ്ട, നിങ്ങൾ ഇത് ഓർത്താൽ മതി. ഡിഫറൻഷ്യൽ കോഎഫിഷ്യൻ്റ് ഓഫ് അല്ലെങ്കിൽ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ dy/dx. ക്ലിയർ. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം, അതാണ് ഞാൻ പറഞ്ഞത്, ഡെൽറ്റ എക്സ് ടെൻസ് ടു 0 ആണെങ്കിൽ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം, ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ്. ക്ലിയർ. അപ്പോൾ ഈ ഒരു മെത്തേഡിനെയാണ് നമ്മൾ ഡിഫറൻസിയേഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ dy/dx എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നത്തിങ് ബട്ട്, അതുകൊണ്ടാണ് ഇത് ലിമിറ്റുമായിട്ട് കണക്ട് ചെയ്ത് പഠിക്കണം എന്ന് പറയുന്നത്. കാരണം ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് നമ്മൾ ഡിനോമിനേറ്ററിൽ ഡെൽറ്റ എക്സിന് ഇറ്റ് ഷുഡ് ബി അപ്രോച്ച് ടു 0 അല്ല, ഡെൽറ്റ എക്സ് ഷുഡ് ബി അപ്രോച്ച് ടു 0. അങ്ങനെ ആകുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് കിട്ടുന്നത്. ക്ലിയർ. ഇനി നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇതിനെ വേറൊരു തരത്തിൽ നമുക്ക് എങ്ങനെ എഴുതാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ നമ്മുടെ ലിമിറ്റ് എക്സ്റ്റെൻസ് 0 ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സിനെ നമുക്ക് ഈ ഒരു മെത്തേഡിലും എഴുതാം. അതായത് നമ്മളത് എങ്ങനെ അപ്രോച്ച് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, ലെറ്റ് വൈ ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ്, ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ് അസ്യൂം ചെയ്യുക. അതുപോലെ ഡെൽറ്റ എക്സ് നമ്മൾ എക്സിൽ ഇൻക്രിമെൻറ്റും ഡെൽറ്റ വൈ നമ്മുടെ വൈഡ് ഇൻക്രിമെൻ്റ് ആണെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ ഈ മൊത്തം ഫംഗ്ഷനെ നമ്മൾ y പ്ലസ് ഡെൽറ്റ വൈ ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് എന്ന് എഴുതാം അല്ലേ. ഇതിൻ്റെ അകത്ത് ഡെൽറ്റ വൈ എന്ന് പറഞ്ഞാൽ എന്താണ്, എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് വൈ, അല്ലെങ്കിൽ എഫ് ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ്. വൈ ആരാ, വൈ ഇനീഷ്യലി ആരായിരുന്നു, എഫ് ഓഫ് എക്സ് ആയിരുന്നു അല്ലേ. അപ്പം എഫ് ഓഫ് എക്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് എഴുതുമ്പോൾ ഇറ്റ് വിൽ ബി എഫ് ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ്. അപ്പോൾ നമുക്ക് ഈ ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സിന് പകരം ഇങ്ങനെയും എഴുതാം. ക്ലിയർ. അപ്പം ഈ സാധനം ആരായിരുന്നു, ഇതായിരുന്നു നമ്മൾ dy/dx അല്ലേ. അപ്പോൾ dy/dx ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 0, എക്സ് ടെൻസ് അല്ല ഡെൽറ്റ എക്സ്. ഓക്കെ, ഇതും ഡെൽറ്റ എക്സ് ആണ്, ഡെൽറ്റ എക്സ് ടെൻസ് 0 എഫ് ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ്. ക്ലിയർ. അപ്പോൾ നമുക്ക് ആ dy/dxന് ഇങ്ങനെയും എഴുതാം എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതും കൂടി ഓർത്ത് വയ്ക്കുക. dy/dx എന്ന് പറഞ്ഞാൽ ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻസ് 0 ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ്, അല്ലെങ്കിൽ ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻസ് 0 എഫ് ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ്. അതായത് dy/dx ആണ് നിങ്ങളുടെ ഡിഫറൻഷ്യേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ്.
ശരിക്കും dy ബൈ ഡി എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഡി ബൈ ഡി എക്സ് ഓഫ് വൈ അല്ലേ. ഡി ബൈ ഡി എക്സ് എന്ന് പറഞ്ഞാൽ ഡിഫറൻഷ്യൽ ഓപ്പറേറ്റർ ഓഫ് ആരുടെ ആണ് വൈൻ്റെ ഡിഫറൻഷ്യൽ ഓപ്പറേറ്റർ ആണ് നമ്മുടെ ശരിക്കും എന്ത് ഡി ബൈ ഡി എക്സ്. ശരിയല്ലേ. അപ്പോൾ ഇതാണ് നമ്മൾ ഫസ്റ്റ് പഠിക്കേണ്ട പോയിന്റ്. ഈ ഡി വൈ ബൈ ഡി എക്സ് എന്നും പറഞ്ഞ് നമ്മൾ എഴുതുന്നത് ഇറ്റ് ഈസ് ആക്ച്വലി ഡി ബൈ ഡി എക്സ് എന്ന ഡിഫറൻഷ്യൽ ഓപ്പറേറ്ററിൻ്റെ വൈൻ്റെ ഡിഫറൻഷ്യേറ്റർ ഓപ്പറേറ്റർ ആണ് ആര് ഡി ബൈ ഡി എക്സ്. ക്ലിയർ. അതേപോലെ നമ്മുടെ ഡി വൈ ബൈ ഇപ്പോൾ സപ്പോസ് ഡി വൈ ബൈ ഡി ടി എന്നൊക്കെ എഴുതുവാണെങ്കിൽ എന്താണ് നമുക്ക് എങ്ങനെ എഴുതാം? നമ്മൾ വൈൻ്റെ ഡിഫറൻഷ്യേറ്റർ ഓപ്പറേറ്ററാണ് ആര് ഡി വൈ ബൈ ഡി ടി. ശരിയല്ലേ. അപ്പോൾ അതാണ് ഫങ്ഷൻ. ക്ലിയർ. അപ്പം ഇതാണ് ഡിഫറൻഷ്യേറ്ററിൻ്റെ ഒരു ബേസിക് കൺസെപ്റ്റ്. ഓക്കെ. ഇനി നമ്മൾ അതിൻ്റെ ഏതൊക്കെ ഫോർമുലകൾ വരുന്നു, എന്തൊക്കെ ചെയ്താൽ അതിൻ്റെ ആൻസറുകൾ എങ്ങനെ കിട്ടും എന്നുള്ളതൊക്കെയാണ് നോക്കുന്നത്. അത് എല്ലാം ഒന്നും നമ്മൾ എന്ത് ചെയ്യുന്നില്ല. നമ്മൾ കൂടുതലും മെത്തേഡ്സ് പഠിക്കുക അല്ലെങ്കിൽ നമ്മുടെ ഫോർമുലകൾ പഠിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ കൺസെപ്റ്റ്. ഓക്കെ. അപ്പോൾ നമുക്ക് ആദ്യത്തെ ഫോർമുലകൾ നമുക്ക് 2-3 എണ്ണങ്ങൾ നോക്കാം. ഫസ്റ്റത്തത് എക്സ് റേസ് ടു എൻ. ഓക്കെ. അതായത് ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റേസ് ടു എൻ. ഇതാണ് നമ്മൾ ആദ്യം അറിയേണ്ട സാധനം. ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റേസ് ടു എൻ എന്ന് പറഞ്ഞാൽ നമ്മളിത് നേരത്തെ വി ഹാവ് ഫൗണ്ട് ഔട്ട് ലൈക്ക് നമ്മുടെ എക്സ് റേസ് ടു എൻ മൈനസ് എ റേസ് ടു എൻ ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് എ എന്ന് ചെയ്തില്ലേ, അത് ആ ലിമിറ്റ് വരിക. ഓക്കെ. അതേ മെത്തേഡിലാണ് ചെയ്യുക. അപ്പോൾ അതേ മെത്തേഡ് ചെയ്ത് ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റേസ് ടു എൻ എന്ന് പറഞ്ഞാൽ ആൻസർ ഈസ് എൻ ഇൻറ്റു എക്സ് റേസ് ടു എൻ മൈനസ് 1. ഓക്കെ. നേരത്തെ എൻ ഇൻറ്റു എ റേസ് ടു എക്സ് എൻ മൈനസ് 1 ആയിരുന്നു. ഇതെന്താണ് എൻ ഇൻറ്റു എക്സ് റേസ് ടു എൻ മൈനസ് 1 ആണ്. ക്ലിയർ. ഇതാണ് അതിൻ്റെ കൺസെപ്റ്റ്. ഓക്കെ. അപ്പോൾ ഇത് ഓർത്ത് വയ്ക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. ഏത് പ്രോബ്ലം വന്നാലും നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു സംഭവമാണിത്. ഓക്കെ. അതിന് അടുത്തത് രണ്ടാമത്തത് ഇതുപോലെ ഒരു ഫോമുലയാണ് ഡി ബൈ ഡി എക്സ് ഓഫ് റൂട്ട് എക്സ്. ഡി ബൈ ഡി എക്സ് ഓഫ് റൂട്ട് എക്സ് എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ആൻസറാണ് 1/2 റൂട്ട് എക്സ് ആണ്. ഓക്കെ. ഇതെങ്ങനെയാണ് കിട്ടുന്നതെന്ന് പറഞ്ഞുതരാം. അതായത് ഡി ബൈ ഡി എക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് എഴുതാം, ഈ റൂട്ട് എക്സ് നമുക്ക് പറഞ്ഞാൽ എക്സ് റേസ് ടു ഹാഫ് ആണ്. ശരിയല്ലേ. അപ്പോൾ ഇതാണ് എക്സ് റേസ് ടു എൻ, ഇതാണ് എൻ. അപ്പോൾ നമ്മൾ ഇത് ഇങ്ങോട്ടേക്ക് ഇങ്ങനെ എഴുതുമ്പോൾ എന്ത് വരും? എൻ ഇൻറ്റു എക്സ് റേസ് ടു എൻ മൈനസ് 1. സോ ഇറ്റ് വിൽ ബി 1/2 ഇൻറ്റു എക്സ് റേസ് ടു മൈനസ് 1/2. സോ ആൻസർ വിൽ ബി 1/2 ഇൻറ്റു 1 ഡിവൈഡഡ് ബൈ എക്സ് റേസ് ടു 1/2 അല്ലെങ്കിൽ 1/2 റൂട്ട് എക്സ്. ക്ലിയർ. ഇങ്ങനെ കിട്ടുന്നതാണത്. നമുക്ക് ഒന്നെങ്കിൽ അങ്ങനെ പഠിക്കാം അല്ലെങ്കിൽ ചെയ്യാം. ഇത് സിമിലർലി നമുക്കൊരു അടുത്തൊരു സാധനം നോക്കാം. ഡി ബൈ ഡി എക്സ് ഓഫ് 1/x അങ്ങനെ കിട്ടും. ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റേസ് ടു മൈനസ് 1. അപ്പോൾ എന്താ വരിക? എൻ ഇൻറ്റു എക്സ് റേസ് ടു എൻ മൈനസ് 1. സോ ആൻസർ വിൽ ബി -1 ഇൻറ്റു എക്സ് റേസ് ടു -2 അല്ലെങ്കിൽ -1 ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ. ശരിയല്ലേ. ഇത് നമുക്കൊന്നുകിൽ ഇങ്ങനെ കണ്ടുപിടിക്കാം അല്ലെങ്കിൽ നമുക്കൊരു റിസൾട്ട് പോലെ എന്ത് ചെയ്യാം പഠിക്കാം. ഡി ബൈ ഡി എക്സ് ഓഫ് 1/x എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ബി -1/x². ഇത് സ്ഥിരം ചോദിക്കുന്നതാണ്, അതുകൊണ്ട് റിസൾട്ട് പോലെ പഠിക്കുന്നതായിരിക്കും ബെറ്റർ. ഇപ്പോൾ ഡി ബൈ ഡി എക്സ് ഓഫ് റൂട്ട് എക്സ് എന്ന് പറഞ്ഞാൽ 1/2 റൂട്ട് എക്സ്, ഡി ബൈ ഡി എക്സ് ഓഫ് 1/x എന്ന് പറഞ്ഞാൽ -1/x². ഓക്കെ. അപ്പോൾ എല്ലാം ഏത് ടൈപ്പിൽ നിന്ന് വരുന്നതാണ്? ഈ ഒരു മെത്തേഡിൽ നിന്ന് വരുന്നതാണ് ഈ സാധനങ്ങൾ, ഇതും. ക്ലിയർ. ഇതുപോലെ ഏത് വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം കണ്ടുപിടിക്കാം. ക്ലിയർ. അപ്പം ഇതിൻ്റെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 1/x റേസ് ടു 3 ആണെങ്കിലോ, ഡി ബൈ ഡി എക്സ് ഓഫ് 1/x റേസ് ടു 3 ആണ് ക്വസ്റ്റനെങ്കിൽ എക്സ് റേസ് ടു -3 ആണ് നമ്മൾ കാണേണ്ടത്. ശരിയല്ല. അപ്പോൾ എന്ത് വരും? -n ഇൻറ്റു എക്സ് റേസ് ടു -n -1. സോ -3 ഇൻറ്റു എക്സ് റേസ് ടു -4 അല്ലെങ്കിൽ -3/x റേസ് ടു 4. ഇതാണ് ആൻസർ. ക്ലിയർ. അപ്പോൾ ആ ഒരു പോയിൻറ്റും കൂടി നോക്കുക. അടുത്തത് ഡി ബൈ ഡി എക്സ് ഓഫ് കെ എന്ന് പറഞ്ഞാൽ ഒരു കോൺസ്റ്റൻ്റ് ആണ്, അത് 0 ആണ്. ഓക്കെ. ഇവിടെ ഒരു കോൺസ്റ്റൻ്റ് ആണ് നിങ്ങൾക്ക് തരുന്നതെങ്കിൽ, ഇപ്പോൾ കോൺസ്റ്റൻ്റ് എന്ന് പറയുമ്പോൾ ഡി ബൈ ഡി എക്സ് ഓഫ് സം 10 എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻ്റ്, അതിന് എക്സ് കൊണ്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. പറ്റാത്ത സാധനത്തിന് ആൻസർ 0. സോ ഡി ബൈ ഡി എക്സ് ഓഫ് കോൺസ്റ്റൻ്റ് കെ ഈസ് ഈക്വൽ ടു 0. അതുപോലെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് എന്തായിരിക്കും? ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ബി 1. ശരിയല്ല. ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് എത്രയായിരിക്കും? 1 ആയിരിക്കും. ഓക്കെ. അപ്പോൾ ഇത്രയും റിസൾട്ടുകൾ അതും വേണമെങ്കിൽ ഇവിടെ എഴുതി വെച്ചോ. അഞ്ചാമത്തെ ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ആൻസർ 1 ആയിരിക്കും. ഓക്കെ. അപ്പോൾ ഇത്രയും റിസൾട്ടുകൾ എന്ത് ചെയ്യുക? ഓർത്ത് വയ്ക്കുക. ക്ലിയർ. ഇനി
ഡിഫറൻസിയേഷൻ്റെ ഒരു 2 റൂൾസ് നമുക്ക് നോക്കാം. ഓക്കെ, ഒന്നാമത്തെ റൂൾ എന്ന് പറയുന്നത് വെച്ചാൽ d by dx of u plus or minus v. d by dx of u plus or minus v. അപ്പോൾ d by dx of u plus or minus v എന്ന് പറയുന്നത് it will be d by dx of u plus or minus d by dx of v. ഇതാണ് അതിൻ്റെ ആൻസർ. ക്ലിയർ? അപ്പോൾ d by dx of u plus or minus d by dx of v. രണ്ടാമത്തൊരു റിലേഷൻ d by dx of ku എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി കോൺസ്റ്റൻറ്റ് k ഇൻറ്റു du by dx. k ഇൻറ്റു du by dx. ഓക്കെ, അപ്പം ഈ റൂൾസ് വെച്ച് ഇത് അടുത്ത 2 റൂൾസാണ് കേട്ടോ. അപ്പോൾ ഈ 2 റൂൾസ് ഓർക്കുക. ഈ 2 റൂൾസ് വെച്ച് ചെറിയൊരു പ്രോബ്ലം ചെയ്യുകയാണെങ്കിൽ d by dx of x square plus 2x plus 1 നമ്മൾ ഇൻഡിവിജ്വലി എടുക്കുക. അപ്പോൾ d by dx of x square plus d by dx of 2x plus d by dx of 1. അപ്പോൾ d by dx of x square എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഇറ്റ് വിൽ ബി n ഇൻറ്റു എക്സ് റേസ് ടു n മൈനസ് 1 ആണ് ഇവിടെ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ 2 ഇൻറ്റു എക്സ് റേസ് ടു 2 മൈനസ് 1. സോ 2 ഇൻറ്റു എക്സ്. സോ ഇറ്റ് വിൽ ബി 2x പ്ലസ് ഇതിൽ നമ്മൾ ഏത് റൂൾ അപ്ലൈ ചെയ്ത് കെ യു, കാരണം ഇത് കെ എന്ന് പറഞ്ഞാൽ ഇവിടെ ഏതാ 2. അപ്പോൾ 2 ഇൻറ്റു ഡി എക്സ് ബൈ ഡി എക്സ് ആണ്. ഡി എക്സ് ബൈ ഡി എക്സ് എന്ന് പറഞ്ഞാൽ 1 അല്ലേ. അപ്പോൾ 2 ഇൻറ്റു 1 പ്ലസ് ഇവിടെ 1 അല്ലേ. 1 എന്ന് പറഞ്ഞാൽ ഇത് കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ആൻസർ 0. അതാ 3 അപ്ലൈ ചെയ്തു അല്ലേ. സോ ആൻസർ വിൽ ബി 2x plus 2. ക്ലിയർ? അപ്പോൾ ഇതാണ് ഒരു ടൈപ്പ് ഓഫ് പ്രോബ്ലം. ഓക്കെ, ഇനി നമുക്ക് കയ്യിലുള്ള വേറൊരു ക്വസ്റ്റ്യൻ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ ഇത് തന്നെയാണ് എല്ലാ റൂൾസും. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം അപ്ലൈ ചെയ്ത റൂൾസ് ഏതാണ്? ആദ്യം റൂൾ അപ്ലൈ ചെയ്ത് ഇതാണ്, കാരണം സ്പ്ലിറ്റ് ചെയ്തു അല്ലേ. എന്നിട്ട് നമ്മൾ ഓരോന്ന് ചെയ്യുമ്പോൾ നമുക്ക് ഓരോ ഡിഫറൻഷ്യലിൻ്റെ അപ്ലിക്കേഷനും വരുന്നുണ്ട് അല്ലേ. ഒരെണ്ണം കൂടി നമ്മൾ നോക്കാം. d by dx of 4x raised to 10 minus 3x raised to 5 minus 2. ഇതെങ്ങനെ വരും? ഇറ്റ് വിൽ ബി നമ്മളിവിടെ കോൺസ്റ്റൻറ്റ് പുറത്തെടുക്കുക. അപ്പോൾ 4 ഇൻറ്റു d by dx of x raised to 10 മൈനസ് 3 ഇൻറ്റു d by dx of x raised to 5 മൈനസ് d by dx of 2. ശരിയല്ലേ? അപ്പം വാട്ട് വിൽ ബി യുവർ ആൻസർ? 4 ഇൻറ്റു d by dx of x raised to 10 എന്ന് പറഞ്ഞാൽ 10 ഇൻറ്റു എക്സ് റേസ് ടു n മൈനസ് 1. അപ്പോൾ 10 ഇൻറ്റു എക്സ് റേസ് ടു 9. അപ്പോൾ 4 ഇൻറ്റു 10 ഇൻറ്റു എക്സ് റേസ് ടു 9 മൈനസ് 3 ഇൻറ്റു എക്സ് റേസ് ടു 5 എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ബി n ഇൻറ്റു എക്സ് റേസ് ടു 4. സോ 5 ഇൻറ്റു എക്സ് റേസ് ടു 4 മൈനസ് കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂ എത്രയാണ്? 0. സോ ആൻസർ വിൽ ബി 40 എക്സ് റേസ് ടു 9 മൈനസ് 15 എക്സ് റേസ് ടു 4. ഓക്കെ, 40 എക്സ് റേസ് ടു 9 മൈനസ് 15 എക്സ് റേസ് ടു 4. ക്ലിയർ? അതാണ് ഒരു ആൻസർ. അപ്പം ഈ ഒരു പ്രോബ്ലം കൂടി നമ്മൾ എന്ത് ചെയ്യുക നോക്കുക. ഓക്കെ, നെക്സ്റ്റ് നമ്മളെ കയ്യിലുള്ള ഒരു പ്രോബ്ലം എന്ന് വെച്ചാൽ നമ്മൾ ഓരോ ട്രിഗണോമെട്രിക് റേഷ്യോൻ്റെ ഡിഫറൻസിയേഷനാണ്. ഓക്കെ, നമ്മൾ ഇത്ര നേരം പഠിച്ചത് നമ്മൾ എക്സ് വിത്ത് റെസ്പെക്ട് ടു ആണ് പഠിച്ചത് അല്ലേ. ഇനി ഓരോ ട്രിഗണോമെട്രിക് റേഷ്യോകളുടെ എക്സ്പാൻഷൻ. ഓക്കെ, അത് എല്ലാ ഇതിൻ്റെ നമ്മൾ ഡെറിവേഷനൊന്നും ആവശ്യമില്ല. അപ്പോൾ നമ്മൾക്ക് ഓരോണം ആദ്യം ഒരു 3 റിസൾട്ട് പഠിക്കാം. ഒന്നാമത്തെ റിസൾട്ട് d by dx of sin x ആണ്. d by dx of sin x എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ബി cos x. ക്ലിയർ? അതുപോലെ രണ്ടാമത്തെ റിസൾട്ട് d by dx of cos x എത്രയാണെന്നാണ്. d by dx of cos x എന്ന് പറഞ്ഞാൽ മൈനസ് sin x ആണ്. ഓക്കെ, മൂന്നാമത്തെ റിസൾട്ട് d by dx of tan x ആണ്. ഓക്കെ, ദാൻ ആൻസർ വിൽ ബി sec square x. അപ്പോൾ 3 റിസൾട്ട് ഓർക്കുക. d by dx of sin x എന്ന് പറഞ്ഞാൽ cos x, d by dx of cos x എന്ന് പറഞ്ഞാൽ മൈനസ് sin x, d by dx of tan x എന്ന് പറഞ്ഞാൽ sec square x. ക്ലിയർ? ഇനിയും ഇതുപോലെ ഒരു 2-3 റിസൾട്ട് ഉണ്ട്. ആ റിസൾട്ടുകൾ നമുക്ക് എന്ത് ചെയ്യാം നോക്കാം. ഓക്കെ, എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം പ്രോബ്ലംസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതിൽ റിസൾട്ടുകൾ വരുന്നത് വെച്ചാൽ ഈ നമ്മുടെ ഇപ്പോൾ പറഞ്ഞ ഇതേ മെത്തേഡിലുള്ള അല്ലെങ്കിൽ നമുക്ക് 2 പ്രോബ്ലം ചെയ്യാം. അതായിരിക്കും കുറച്ച് ബെറ്റർ അല്ലേ. അപ്പോൾ നമ്മളെന്ന് വെച്ച് നോക്കുമ്പോൾ
നമ്മളെ ഡെറിവേറ്റീവ് ഓഫ് ഡി ബൈ ഡി എക്സ് ഓഫ് 5 cos x പ്ലസ് 3 tan x ആണെന്ന് വിചാരിക്കും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താ വരിക? 5 ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് കോസ് എക്സ് പ്ലസ് 3 ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് ടാൻ എക്സ്. സോ കോസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താ? 5 ഇൻറ്റു ഡി ബൈ ഡി എക്സ് കോസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താ? ഇറ്റ് വിൽ ബി മൈനസ് സൈൻ എക്സ് പ്ലസ് 3 ഇൻറ്റു ടാൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താ? ഇറ്റ് വിൽ ബി സീക്ക് സ്ക്വയർ എക്സ് അല്ലേ. അപ്പോൾ അതിൻ്റെ ആൻസർ എത്രയാണ്? 5 സൈൻ എക്സ് പ്ലസ് 3 സീക്ക് സ്ക്വയർ എക്സ് ആണ് ഇതിൻ്റെ ആൻസർ. സോ മൈനസ് 5 സൈൻ എക്സ് പ്ലസ് 3 സീക്ക് സ്ക്വയർ എക്സ് ആണ് ഇതിൻ്റെ ആൻസർ. ക്ലിയർ? അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു അപ്രോച്ച്. ഓക്കെ, ഇനി ഇതുപോലെ അടുത്ത ഒരു ക്വസ്റ്റ്യൻ 3x മൈനസ് 2 റൂട്ട് എക്സ് പ്ലസ് 5 സീക്ക് എക്സ്. ആൻസർ എന്തായിരിക്കും? നമ്മൾ ഡി വൈ ബൈ ഡി എക്സ് ആണ് കാണുന്നത്. അപ്പോൾ ഡി ബൈ ഡി എക്സ് ഓഫ് ഈ ഫംഗ്ഷൻ അല്ലേ, 3x മൈനസ് 2 റൂട്ട് എക്സ് പ്ലസ് 5 സീക്ക് എക്സ്. സോ ആൻസർ വിൽ ബി ഡി ബൈ ഡി എക്സ് ഓഫ് 3x എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ബി എ കോൺസ്റ്റൻറ്റ് 3 മൈനസ് 2 ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് റൂട്ട് എക്സ് എന്ന് പറഞ്ഞാൽ 1/2 റൂട്ട് എക്സ് പ്ലസ് 5 ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് സീക്ക് എക്സ്. ഓക്കെ, സീക്ക് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താണെന്ന് അറിയണം അല്ലേ. അപ്പോൾ സീക്ക് എക്സിൻ്റെ ഡെറിവേറ്റീവ് ആണ്, ഇറ്റ് ഈസ് ഡി ബൈ ഡി എക്സ് ഓഫ് സീക്ക് എക്സിൻ്റെ ഡെറിവേറ്റീവ് ആണ് സീക്ക് എക്സ് ടാൻ എക്സ്. ക്ലിയർ? അപ്പോൾ അതിവിടെ എഴുതുക സീക്ക് എക്സ് ടാൻ എക്സ്. ക്ലിയർ? സീക്ക് എക്സ് പഠിപ്പിച്ചിട്ടില്ല, അപ്പോൾ അത് പഠിക്കും അത്. ഓക്കെ, സോ ഈ ഒരു മെത്തേഡിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? സോൾവ് ചെയ്യേണ്ടത്. അപ്പോൾ ഓരോരോ ടേം എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം? സോൾവ് ചെയ്യണം. ക്ലിയർ? അപ്പോൾ ഡി ബൈ ഡി എക്സ് ഓഫ് 3x എന്ന് പറഞ്ഞാൽ ഡി ബൈ ഡി എക്സ് ഓഫ് 3 അല്ലേ. അപ്പോൾ 3നെ പുറത്തെടുക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക. ക്ലിയർ? അപ്പം ആ ഒരു പോയിൻറ്റ്സ് നോട്ട് ചെയ്യുക. ഓക്കെ, ഇനിയുള്ളൊരു 2-3 നേരത്തെ പോലെ തന്നെ റിസൾട്ടാണ്. നമ്മുടെ ഫസ്റ്റ് റിസൾട്ടാണ് പ്രൊഡക്റ്റ് റൂൾ എന്താണെന്നാണ്. ഓക്കെ, പ്രൊഡക്റ്റ് റൂൾ നോക്കാം. ഡി ബൈ ഡി എക്സ് ഓഫ് യു വി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് യു ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് വി ഇൻറ്റു ഡി യു ബൈ ഡി എക്സ്. ഓക്കെ, ഡി ബൈ ഡി എക്സ് ഓഫ് യു വി എന്ന് പറഞ്ഞാൽ യു ഇൻറ്റു, അതായത് നമ്മളെ ഫസ്റ്റ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്. ക്ലിയർ? അപ്പോൾ ഇതിൻ്റെ ഒരു അപ്ലിക്കേഷനാണ് ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് സ്ക്വയർ സൈൻ എക്സ്. ഇതെങ്ങനെ ഡെറിവേറ്റ്? നമുക്ക് ഫസ്റ്റത്തെ സാധനം എടുത്തെഴുതാം. ഫസ്റ്റ് എന്താ? എക്സ് സ്ക്വയർ ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്. ക്ലിയർ? അപ്പോൾ ആൻസർ എന്ത് വരും? എക്സ് സ്ക്വയർ ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് സൈൻ എക്സ് നമുക്കറിയാം എന്താണ്? കോസ് എക്സ് ആണ് പ്ലസ് സൈൻ എക്സ് ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ബി 2x. ആൻസറായി. ക്ലിയർ? നമുക്ക് ഡെറിവേഷൻ അറിയണമെന്നേ ഉള്ളൂ, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ക്ലിയർ അല്ലേ? ഇനി ഇതേപോലെ ഒരു പ്രോബ്ലം കൂടി ചെയ്യാം. ഡി ബൈ ഡി എക്സ് ഓഫ് സൈൻ എക്സ് കോസ് എക്സ് എന്താണെന്ന് നോക്കാം. അപ്പോൾ ആദ്യം ഫസ്റ്റ് എഴുതാം. ഏതാണ് ഫസ്റ്റ്? സൈൻ എക്സ്. അപ്പോൾ സൈൻ എക്സ് ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് കോസ് എക്സ് പ്ലസ് കോസ് എക്സ് ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് സൈൻ എക്സ്. ശരിയല്ലേ? അപ്പോൾ ആൻസർ എന്ത് വരും? സൈൻ എക്സ് ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് കോസ് എക്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ബി മൈനസ് സൈൻ എക്സ് പ്ലസ് കോസ് എക്സ് ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് സൈൻ എക്സ് എന്ന് പറഞ്ഞാലോ ഇറ്റ് വിൽ ബി കോസ് എക്സ്. സോ യുവർ ആൻസർ വിൽ ബി കോസ് സ്ക്വയർ എക്സ് മൈനസ് സൈൻ സ്ക്വയർ എക്സ്. ദിസ് ഈസ് യുവർ ആൻസർ. അപ്പോൾ കോസ് സ്ക്വയർ എക്സ് മൈനസ് സൈൻ സ്ക്വയർ എക്സ് ആണ് ഇതിൻ്റെ ആൻസർ. ക്ലിയർ? അപ്പോൾ ഈ ഒരു മെത്തേഡിലാണ് ചെയ്യേണ്ടത്. നമ്മൾ ഓരോ റൂൾസ് പഠിക്കുക, എന്നിട്ട് അത് അപ്ലൈ ചെയ്യുക, വേറെ പ്രശ്നങ്ങളൊന്നും വരുന്നില്ല. ഓക്കെ, അപ്പം ഇതാണ് നമുക്ക് അറിയേണ്ട റൂളുകൾ. ഓക്കെ, ഇതുപോലെ ഇത് പ്രൊഡക്റ്റ് റൂൾ ആണ് ഉള്ളത് അല്ലേ. അപ്പോൾ ഇത് പ്രൊഡക്റ്റ് റൂളാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഇതിൻ്റെ പേരാണ് പ്രൊഡക്റ്റ് റൂൾ കേട്ടോ. ഇതിൻ്റെ പേരാണെന്ത്? പ്രൊഡക്റ്റ് റൂൾ. ഓക്കെ, സിമിലർലി വി ആർ ഹാവിങ് അനദർ റൂൾ, ദാറ്റ് ഈസ് കോഷ്യൻ്റ് റൂൾ. ഓക്കെ, നമുക്കൊരു ഇതാണ് ഉള്ളത്, എന്ത്? കോഷ്യൻ്റ് റൂൾ. ഓക്കെ, കോഷ്യൻ്റ് റൂൾ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഡി ബൈ ഡി എക്സ് ഓഫ് യു ബൈ വി ആണെന്ന് വിചാരിക്കും. ഇറ്റ് വിൽ ബി വി ഇൻറ്റു ഡി യു ബൈ ഡി എക്സ് മൈനസ് യു ഇൻറ്റു ഡി വി ബൈ ഡി എക്സ് ഡിവൈഡഡ് ബൈ വി സ്ക്വയർ. ക്ലിയർ? ഇറ്റ് ഈസ് വി ഇൻറ്റു ഡി യു ബൈ ഡി എക്സ് മൈനസ് യു ഇൻറ്റു ഡി വി ബൈ ഡി എക്സ് ഡിവൈഡഡ് ബൈ വി സ്ക്വയർ. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യണം? ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ സൈൻ എക്സ്. അപ്പോൾ എന്ത് ചെയ്യും? നമ്മൾ ഇതിൽ യു ഏതാ? ഇതാണ് യു, ഇതാണ് എന്ത്? വി അല്ലേ. അപ്പോൾ ആദ്യം വി എടുക്കുക. വി എന്ന് പറഞ്ഞാൽ ആരാ? സൈൻ എക്സ്. അപ്പോൾ സൈൻ എക്സ് ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് യു ആരാ? എക്സ് സ്ക്വയർ ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് വി സൈൻ എക്സ് ഡിവൈഡഡ് ബൈ വി സ്ക്വയർ. വി സ്ക്വയർ എന്ന് പറഞ്ഞാൽ സൈൻ സ്ക്വയർ.
ക്ലിയർ. അപ്പം ഇനി നമ്മൾ ചെയ്യുമ്പോൾ എന്ത് വരും? സൈൻ എക്സ് ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് സ്ക്വയർ നമ്മൾ പഠിച്ചു. എത്രയാണ്? 2x മൈനസ് എക്സ് സ്ക്വയർ ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് സൈൻ എക്സ് എന്താണ്? കോസ് എക്സ് ഡിവൈഡഡ് ബൈ സൈൻ സ്ക്വയർ എക്സ്. ഇതാണ് നമ്മുടെ ആൻസർ. ഓക്കെ, ഇത് ഏത് ഇത് കിട്ടിയാലും നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതാണ് നമ്മുടെ എന്ത്? പ്രോഡക്റ്റ് റൂൾ, സോറി കോഷ്യൻ്റ് റൂൾ. നേരത്തെ പഠിച്ചതാണ് എന്ത്? പ്രോഡക്റ്റ് റൂൾ. ഇതാണ് എന്ത്? കോഷ്യൻ്റ് റൂൾ. ക്ലിയർ. ഇനി ഇതുപോലെ തന്നെ നമ്മുടെ നേരത്തെ എഴുതിയ ടാൻ എക്സ് വരെയാണ് നമ്മൾ എഴുതിയ, അത് കഴിഞ്ഞിട്ടുള്ള ഡിഫറൻഷ്യലുകളുണ്ട് അല്ലേ? അപ്പോൾ നമുക്ക് അത് ഏതൊക്കെയാണ് നോക്കാം. ഫസ്റ്റ് വൺ ഡി ബൈ ഡി എക്സ് ഓഫ് കൊസീക്ക് എക്സ്. ഡി ബൈ ഡി എക്സ് ഓഫ് കൊസീക്ക് എക്സ് എന്താണെന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് മൈനസ് കൊസീക്ക് എക്സ് ഇൻറ്റു കോട്ടെക്സ്. ഓക്കെ, ഡി ബൈ ഡി എക്സ് ഓഫ് കൊസീക്ക് എക്സ് എന്ന് പറഞ്ഞാൽ മൈനസ് കൊസീക്ക് എക്സ് ഇൻറ്റു കോട്ടെക്സ്. ദെൻ രണ്ടാമത്തത് ഡി ബൈ ഡി എക്സ് ഓഫ് കോട്ടെക്സ് എന്താണ്? ഡി ബൈ ഡി എക്സ് ഓഫ് കോട്ടെക്സ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് മൈനസ് കൊസീക്കൻ സ്ക്വയർ എക്സ്. ഇറ്റ് ഈസ് മൈനസ് കൊസീക്കൻ സ്ക്വയർ എക്സ്. ക്ലിയർ. ദെൻ നെക്സ്റ്റ് മൂന്നാമത്തത് ഡി ബൈ ഡി എക്സ് ഓഫ് ടാൻ എക്സ് നമ്മൾ പറഞ്ഞു. അടുത്തത് സീക്ക് എക്സ്. ഡി ബൈ ഡി എക്സ് ഓഫ് സീക്ക് എക്സ് ഇറ്റ് വിൽ ബി സീക്ക് എക്സ് ഇൻറ്റു ടാൻ എക്സ്. ക്ലിയർ. അപ്പോൾ ഇനി മൂന്ന് ഇതുപോലത്തെ റിസൾട്ട്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. മൂന്നെണ്ണമാണിത്. ഏതൊക്കെ? ഡി ബൈ ഡി എക്സ് ഓഫ് കൊസീക്ക് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? മൈനസ് കൊസീക്ക് എക്സ് ഇൻറ്റു കോട്ടെക്സ്. അതുപോലെ ഡി ബൈ ഡി എക്സ് ഓഫ് കോട്ടെക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? മൈനസ് സീക്ക് സ്ക്വയർ എക്സ്. ദെൻ ഡി ബൈ ഡി എക്സ് ഓഫ് സീക്ക് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് സീക്ക് എക്സ് ഇൻറ്റു ടാൻ എക്സ്. ക്ലിയർ. ഇതാണ് നമ്മുടെ മൂന്ന് അടുത്ത നമ്മൾ അപ്ലൈ ചെയ്യാനുള്ള ഫോർമുലകൾ. ഓക്കെ, അപ്പോൾ ഈ മൂന്ന് ഫോർമുലകൾ നമുക്ക് എന്ത് ചെയ്യണം അല്ലേ? അപ്പോൾ നമുക്കൊരു പ്രോബ്ലം നോക്കാം. നമുക്ക് എങ്ങനെയാണ് നമുക്കത് അപ്രോച്ച് ചെയ്യാൻ നോക്കാം. ഫസ്റ്റ് വൺ ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് സ്ക്വയർ സീക്ക് എക്സ്. ഓക്കെ, നമ്മൾ സീക്ക് എക്സ് വരുന്നത് നേരത്തെ ഒരെണ്ണം ചെയ്തിരുന്നു അല്ലേ? നമ്മൾ സീക്ക് എക്സ് വരുന്ന സാധനം നേരത്തെ ഒന്ന് വന്നു, സീക്ക് എക്സ് ടാൻ എക്സ് എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ ഇത് വേറെ ഒരു പ്രോബ്ലം. ഇവിടെ നമ്മൾ പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണം. അപ്പോൾ എന്ത് വരും? അപ്പോൾ എന്താ പറയുക? ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് സ്ക്വയർ സീക്ക് എക്സ് ആണ് ഫസ്റ്റത്തെ സാധനം എടുക്കുക. യു ഇൻറ്റു ഡി വി ബൈ ഡി എക്സ് പ്ലസ് വി ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് സ്ക്വയർ അല്ലേ? അപ്പോൾ എക്സ് സ്ക്വയറിന് ഡി ബൈ ഡി എക്സ് ഓഫ് സീക്ക് എക്സ് എന്ന് പറഞ്ഞാൽ എന്തായിട്ട് വിൽ ബി സീക്ക് എക്സ് ടാൻ എക്സ് പ്ലസ് സീക്ക് എക്സ് ഇൻറ്റു 2x. ക്ലിയർ. ഇതാണ് അതിൻ്റെ ആൻസർ. അപ്പോൾ എക്സ് സ്ക്വയർ ഇൻറ്റു സീക്ക് എക്സ് ടാൻ എക്സ് പ്ലസ് സീക്ക് എക്സ് ഇൻറ്റു 2x. ക്ലിയർ. നെക്സ്റ്റ് അടുത്ത ഒരു ചെറിയൊരു പ്രോബ്ലം നമ്മൾ സീക്ക് എക്സിൻ്റെ ബേസ് ചെയ്തിട്ട് തന്നെയാണ്. നമുക്ക് നോക്കാം. കോട്ടെക്സ് എടുക്കാം അല്ലേ? അപ്പോൾ ഡി ബൈ ഡി എക്സ് ഓഫ് റൂട്ട് ഓഫ് എക്സ് ഇൻറ്റു കോട്ടെക്സ് അല്ലേ? അപ്പോൾ ഡി ബൈ ഡി എക്സ് ഓഫ് യു വി എന്നുള്ള മെത്തേഡ് തന്നെയാണ്. അപ്പോൾ ആദ്യം യു റൂട്ട് ഓഫ് എക്സ് ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് കോട്ടെക്സ് പ്ലസ് കോട്ടെക്സ് ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് റൂട്ട് എക്സ്. ക്ലിയർ. ഇറ്റ് വിൽ ബി റൂട്ട് എക്സ് ഇൻറ്റു കോട്ടെക്സ് എന്ന് പറഞ്ഞാൽ എന്താ? മൈനസ് കൊസീക്കൻ സ്ക്വയർ എക്സ് പ്ലസ് കോട്ടെക്സ് ഇൻറ്റു 1/2 റൂട്ട് എക്സ്. ക്ലിയർ. സോ ആൻസർ വിൽ ബി ദിസ് വൺ, റൂട്ട് എക്സ് ഇൻറ്റു മൈനസ് കൊസീക്കൻ സ്ക്വയർ എക്സ് പ്ലസ്. നമുക്ക് ആ ഡിഫറൻസിയേഷൻ അറിയണമെന്നേ ഉള്ളൂ. അധികം സ്റ്റെപ്പുള്ള ക്വസ്റ്റ്യൻ ചോദിക്കില്ല. ചെറിയ ചെറിയ ക്വസ്റ്റ്യൻ, ഇങ്ങനത്തെ ഡിഫറൻസിയേഷൻ്റെ ഡയറക്റ്റ് അപ്ലിക്കേഷൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ ചോദിക്കാൻ സാധ്യതയുള്ളൂ. ഓക്കെ, ഇതുപോലെ യു ബൈ വിയിലും ചെയ്യാം, എല്ലാത്തിലും വരും. ഓക്കെ, യു വി മാത്രമൊന്നല്ല യു ബൈ വിയിലും വരും, എല്ലാത്തിലും വരാം. ഓക്കെ, അടുത്തൊരു രണ്ട് ഫോർമുലകൾ നമ്മൾ പഠിക്കേണ്ടതാണ്. ഡി ബൈ ഡി എക്സ് ഓഫ് ഇ റേസ് ടു എക്സ് എന്താണ്? ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ഇ റേസ് ടു എക്സ് തന്നെയാണ് അതിൻ്റെ ആൻസർ. ക്ലിയർ ആണ്. ഡി ബൈ ഡി എക്സ് ഓഫ് ഇ റേസ് ടു എക്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആൻസർ എന്തിനാണ്? ഇ റേസ് ടു എക്സ് തന്നെയാണ്. അതുപോലെ തന്നെ നമ്മുടെ കയ്യിലുള്ള ഫോർമുലയാണ് ഡി ബൈ ഡി എക്സ് ഓഫ് ലോഗ് എക്സ്. ലോഗ് എക്സ് എന്ന് പറഞ്ഞാൽ 1/x. ഓക്കെ, ലോഗ് എക്സിൻ്റെ ഡിഫറൻഷ്യേറ്റർ 1/x. ഓക്കെ, അപ്പോൾ ഇത്രയും പോയിൻറ്റ്സ് ആണ് നമ്മൾ എന്ത് ചെയ്യാനുള്ളത്? ഓർക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിൽ വരുന്ന ഒരു 2-3 പ്രോബ്ലങ്ങൾ ഇ റേസ് ടു എക്സിൻ്റെ ലോഗ് എക്സിൻ്റെ നമുക്ക് എന്ത് ചെയ്യാം നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഡി ബൈ ഡി എക്സ് ഓഫ് ഇ റേസ് ടു എക്സ് ലോഗ് എക്സ്. ഇറ്റ് വിൽ ബി ഇ റേസ് ടു എക്സ് ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് ലോഗ് എക്സ് പ്ലസ് ലോഗ് എക്സ് ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് ഇ റേസ് ടു എക്സ്.
സോ ഇറ്റ് വിൽ ബി ഇ റേസ് ടു എക്സിന് ഡി ബൈ ഡി എക്സ് ഓഫ് ലോഗ് എക്സ് എന്ന് പറയുന്നത് 1/x പ്ലസ് ലോഗ് എക്സ് അങ്ങനെ തന്നെ എഴുതാം. ഇ റേസ് ടു എക്സിൻ്റെ ഡിഫറൻഷ്യേറ്റിൽ ഇ റേസ് ടു എക്സ്. ആൻസറായി കഴിഞ്ഞില്ലേ. അടുത്തത് ഡി ബൈ ഡി എക്സ് ഓഫ് ഇ റേസ് ടു എക്സ് ഇൻറ്റു സൈൻ എക്സ്. ആദ്യത്തെ ടേം എടുക്കുക, ഇ റേസ് ടു എക്സ് ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് സൈൻ എക്സ് പ്ലസ് സൈൻ എക്സ് ഇൻറ്റു d by dx of e raised to x. Your answer will be e raised to x into d by dx of sin x എന്ന് പറഞ്ഞാൽ എന്താ, cos x plus sin x into e raised to x. ക്ലിയർ. നെക്സ്റ്റ് ഇതുപോലെ തന്നെ ലോഗ് വരുന്നത് നോക്കാം. d by dx of root x into log x വരുന്നു അല്ലേ. അപ്പോൾ ആൻസർ എന്താ, root x into d by dx of log x plus log x into d by dx of root x. So answer will be root x into d by dx of log x എന്ന് പറഞ്ഞാൽ എന്താ വരും, it will be 1/x plus log x into d by dx of root x നമ്മൾ പഠിച്ചു 1/2 root x. ക്ലിയർ. നമുക്ക് ആ ഡിഫറൻസിയേഷൻ്റെ ഫോർമുല അറിയുവാണെങ്കിൽ ഒരു പ്രശ്നമില്ല, നമുക്ക് ഡയറക്റ്റ് അപ്ലൈ ചെയ്തിട്ട് എന്ത് ചെയ്യാം. ഓക്കെ, ഒരെണ്ണം കൂടി ചെയ്യാം ഇതിൻ്റെ മെത്തേഡിൽ. d by dx of log x by x u by v വരുന്നല്ല. അപ്പോൾ ആദ്യം v എടുക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, വി ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് യു ആരെ ഇവിടെ ലോഗ് എക്സ് മൈനസ് യു ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് വി അല്ലേ, ഡിവൈഡഡ് ബൈ വി സ്ക്വയർ എക്സ് സ്ക്വയർ. സോ ഇറ്റ് വിൽ ബി എക്സ് ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് ലോഗ് എക്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ബി 1/x മൈനസ് ലോഗ് എക്സ് ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ 1 ഡിവൈഡഡ് ബൈ എക്സ്. സോ 1 മൈനസ് ലോഗ് എക്സ് ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ. ക്ലിയർ. ഇതാണ് അതിൻ്റെ ആൻസർ. ഓക്കെ, അപ്പം ഫോർമുലകൾ നിങ്ങൾ എന്ത് വെച്ചാൽ എല്ലാ ഫോർമുലകളും പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനി അത് ടേബിളാറാക്കൊന്നും വേണ്ട, എല്ലാം ആ പ്രോബ്ലവും അതിൻ്റെ സൊല്യൂഷൻസാണ് എന്ത് ചെയ്തിരിക്കുന്നത് പറഞ്ഞു തന്നിരിക്കുന്നത് അല്ലേ. ഇനി നമ്മൾക്ക് നോക്കാനുള്ളത് ഇൻവേഴ്സ് ഫംഗ്ഷനുകളാണ്. ഓക്കെ, നമ്മൾ ഡിഫറൻഷ്യൽ കോഎഫിഷ്യൻ്റ് ഓഫ് ഇൻവേഴ്സ് ഫംഗ്ഷനുകൾ. ഓക്കെ, അതൊക്കെ ജസ്റ്റ് റിസൾട്ട് പഠിച്ചു വെച്ചാൽ മതി. അതിൻ്റെ ഒരു 2 പ്രോബ്ലംസ് നമുക്ക് എന്ത് ചെയ്യേണ്ടത് നോക്കേണ്ട കാര്യമുള്ളൂ. കാരണം ഇൻവേഴ്സ് ഫംഗ്ഷനൊക്കെ ജസ്റ്റ് ഡയറക്റ്റ് ഫോർമുല ചോദിക്കുന്നേ ഉണ്ടാവുള്ളൂ. ഓക്കെ, കാരണം അത് കുറച്ച് അതിൻ്റെ അപ്ലിക്കേഷൻസ് ലെവലൊക്കെ കുറച്ച് ഇതാണ്. അപ്പോൾ ഫസ്റ്റത്തത്, ഇഫ് യുവർ y ഈസ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് എക്സ്, സൈൻ ഇൻവേഴ്സ് എക്സ് ആണെങ്കിൽ, ഇഫ് y ഈസ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് എക്സ് ദെൻ dy ബൈ ഡി എക്സ് ഈക്വൽ ടു 1/√1 മൈനസ് എക്സ് സ്ക്വയർ. ക്ലിയർ. രണ്ടാമത്തത്, ഇഫ് y ഈസ് ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് എക്സ് ആണെങ്കിൽ dy ബൈ ഡി എക്സ് ഈക്വൽ ടു -1/√1 മൈനസ് എക്സ് സ്ക്വയർ. ക്ലിയർ. ദെൻ മൂന്നാമത്തത്, ഇഫ് y ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് എക്സ് ആണെങ്കിൽ dy ബൈ ഡി എക്സ് ഈക്വൽ ടു 1/1 പ്ലസ് എക്സ് സ്ക്വയർ. 3 റിസൾട്ട്. ഒന്ന് y ഈസ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് എക്സ്, കോസ് ഇൻവേഴ്സ് എക്സ്, ടാൻ ഇൻവേഴ്സ് എക്സ്. സൈൻ ഇൻവേഴ്സ് എക്സ് ആണെങ്കിൽ 1/√1 മൈനസ് എക്സ് സ്ക്വയർ, കോസ് ഇൻവേഴ്സ് എക്സ് ആണെങ്കിൽ -1/√1 മൈനസ് എക്സ് സ്ക്വയർ, ടാൻ ഇൻവേഴ്സ് എക്സ് ആണെങ്കിൽ 1/1 പ്ലസ് എക്സ് സ്ക്വയർ. ക്ലിയർ. അങ്ങനെ 3 റിസൾട്ടാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, പഠിക്കാനുള്ളത്. ഓക്കെ, പിന്നെ പ്രൊഡക്റ്റ് റൂളിൻ്റെ ഒരു എക്സ്റ്റെൻഷൻ. സൈൻ ഇൻവേഴ്സ് എക്സ് ഒക്കെ അങ്ങനെ തന്നെ ഡയറക്റ്റ് എടുത്ത് ചോദിക്കാനേ ചാൻസ് ഉള്ളൂ, അതുകൊണ്ട് പ്രശ്നമില്ല കേട്ടോ. പ്രൊഡക്റ്റ് റൂളിൻ്റെ എക്സ്റ്റെൻഷൻ ഒന്നാമത്തത്, ഡി ബൈ ഡി എക്സ് ഓഫ് യു വി നമുക്കറിയാലോ, ഇതിൻ്റെ കൂടെ ഒരു മൂന്നാമത്തൊരു സാധനം വരും, യു വി ഡബ്ല്യു. ഓക്കെ, ഇങ്ങനെ വരുവാണെങ്കിൽ എന്താ വരിക, യു ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് വി ഡബ്ല്യു പ്ലസ് എന്ത് വരും, വി ഡബ്ല്യു ഇൻറ്റു ഡി യു ബൈ ഡി എക്സ്. ഓക്കെ, ഇനി നമ്മൾ ഇതിനെ ഒന്നും കൂടി എക്സ്പാൻഡ് ചെയ്യും. ഇവിടെ 2 ടേം വന്നു, അപ്പോൾ അതിനൊന്നും കൂടി എക്സ്പാൻഡ് ചെയ്യണം. അപ്പോൾ എന്ത് വരും, യു ഇൻറ്റു എന്ത് വരും, ഇതിനെ എക്സ്പാൻഡ് ചെയ്യണം, ഡി ബൈ ഡി എക്സ് ഓഫ് യു വി തന്നെയല്ലേ ഉള്ളത്, പിന്നെയും യു വി ടേം പോലെയുള്ളത്. അപ്പോൾ എന്ത് വരും, വി ഇൻറ്റു ഡി ഡബ്ല്യു ബൈ ഡി എക്സ് പ്ലസ് ഡബ്ല്യു ഇൻറ്റു ഡി വി ബൈ ഡി എക്സ് പ്ലസ് വി ഡബ്ല്യു ഇൻറ്റു ഡി യു ബൈ ഡി എക്സ്. ക്ലിയർ. ഇനി ഇത് പ്രൊഡക്റ്റ് എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ യു രണ്ടിനെ മൾട്ടിപ്ലൈ, അപ്പോൾ യു ഇൻറ്റു ഡി വി ബൈ ഡി എക്സ് പ്ലസ് യു ഇൻറ്റു ഡബ്ല്യു ഇൻറ്റു ഡി വി ബൈ ഡി എക്സ് പ്ലസ് വി ഡബ്ല്യു ഇൻറ്റു ഡി യു ബൈ ഡി എക്സ്. ഇതാണ് അതിൻ്റെ ആൻസർ. ക്ലിയർ. അപ്പോൾ ഒന്നുമില്ല, നിങ്ങൾ ഒരെണ്ണം എടുക്കുക, 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, വേറെ പരിപാടിയൊന്നുമില്ല. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഡബ്ല്യു ആണ് എടുക്കണമെങ്കിൽ ഇവിടെ 2 ആരായിരിക്കും, യു വി ആയിരിക്കും. ഇവിടെ വി ആണ് എടുക്കുന്നത്, ഇവിടെ 2 ആയിരിക്കും, യു വി ആയിരിക്കും. ഇവിടെ യു ആണ് എടുക്കുന്നത്, ഇവിടെ ആരായിരിക്കും, വി ഡബ്ല്യു ആയിരിക്കും. ക്ലിയർ. അങ്ങനെ ഈസി ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം.
അതിൻ്റെ ഇതുപോലെ തന്നെ യു വി ഡബ്ല്യു ഉള്ള പോലെ തന്നെ നമുക്ക് യു വി ബൈ ഡബ്ല്യു ഉണ്ട്. അത് നമുക്ക് നോക്കാം. ഡി ബൈ ഡി എക്സ് ഓഫ് യു വി ബൈ ഡബ്ല്യു. ക്ലിയർ? ഇതെങ്ങനെ എഴുതാൻ നോക്കാം. ഡബ്ല്യു നമ്മൾ നേരത്തെ പോലെ തന്നെയാണ്. ഡബ്ല്യു ഇൻറ്റു ഡി യു ഡബ്ല്യു ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് യു വി മൈനസ് യു വി ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് ഡബ്ല്യു ഡിവൈഡഡ് ബൈ ഡബ്ല്യു സ്ക്വയർ. ക്ലിയർ? നേരത്തെ പോലെ തന്നെയാണ്. അതിൻ്റെ നമ്മൾ സാധാരണ ഡി ബൈ ഡി എക്സ് ഓഫ് യു ബൈ വി എന്ന് പറയുന്നത് എന്താ, നമ്മളെ സെക്കൻഡ് ടേം ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് ഫസ്റ്റ് ടേം, അതായത് നമ്മുടെ ഡിനോമിനേറ്ററിലെ ടേം ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് ന്യൂമറേറ്ററിലെ ടേം മൈനസ് ന്യൂമറേറ്ററിലെ ടേം ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് ഡിനോമിനേറ്ററിലെ ടേം ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിൻ്റെ സ്ക്വയർ അല്ലേ. നമുക്ക് രണ്ടിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കാം. ഫസ്റ്റ് എക്സാമ്പിൾ ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് ഇൻറ്റു എക്സ് പ്ലസ് വൺ ഇൻറ്റു എക്സ് പ്ലസ് ടു. ഓക്കെ, നമ്മളെങ്ങനെ എഴുതണം? ഇത് നിങ്ങളുടെ യു, ഇത് നിങ്ങളുടെ വി, ഇത് നിങ്ങളുടെ ഡബ്ല്യു അല്ലേ. നമ്മളെങ്ങനെ എഴുതുന്നത്? ആദ്യം യു വി ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് ഡബ്ല്യു എക്സ് പ്ലസ് ടു പ്ലസ് എക്സ് പ്ലസ് ടു ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് നമുക്ക് എന്ത് എഴുതാം? എക്സ് ഇൻറ്റു എക്സ് പ്ലസ് വൺ അല്ലേ. പിന്നെ നമ്മൾ ഇതാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? പിന്നെ മാറ്റേണ്ടത് അല്ലേ. നമുക്കൊന്ന് മാറ്റാം. ആദ്യം എക്സ് പ്ലസ് വൺ ഇൻറ്റു എക്സിൻ്റെ എക്സ് പ്ലസ് വൺ ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് പ്ലസ് ടു എന്ന് പറഞ്ഞാൽ ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? എക്സ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1 അല്ലേ. ഡി ബൈ ഡി എക്സ് ഓഫ് 2 എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻ്റ് അല്ലേ, അപ്പോൾ അവിടെ 0 അല്ലേ. പ്ലസ് എക്സ് പ്ലസ് ടു ഇൻറ്റു ഇതും യു വി പോലെ തന്നെയല്ലേ ഉള്ളത്, ഇതും അടുത്ത യുവും അടുത്ത വിയും അല്ലേ. അപ്പം എക്സ് പ്ലസ് ടു ഇൻറ്റു എക്സ് ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് പ്ലസ് വൺ പ്ലസ് എക്സ് പ്ലസ് വൺ ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ്. ഓക്കെ, ഇതിനെ മാറ്റി എഴുതുമ്പോൾ എങ്ങനെ വരും? എക്സ് പ്ലസ് ടു ഇൻറ്റു എക്സ് ഇൻറ്റു വൺ പ്ലസ് എക്സ് പ്ലസ് വൺ ഇൻറ്റു വൺ. സോ എക്സ് പ്ലസ് ടു ഇൻറ്റു എക്സ് പ്ലസ് വൺ, ഇത് 1 ഇൻറ്റു 1 അല്ലേ. അപ്പോൾ എന്ത് കിട്ടും? എക്സ് പ്ലസ് ടു ഇൻറ്റു ഇവിടെ 2x ഉണ്ട് അല്ലേ, അപ്പോൾ 2x പ്ലസ് 1. ഇതാണ് ഇതിൻ്റെ ആൻസർ. ഇനി ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുമ്പോൾ ടോട്ടൽ ആൻസർ വിൽ ബി എക്സ് ഇൻറ്റു എക്സ് പ്ലസ് വൺ പ്ലസ് എക്സ് പ്ലസ് ടു ഇൻറ്റു 2x പ്ലസ് 1. ക്ലിയർ? ഇതാണ് അതിൻ്റെ ആൻസർ. ഓക്കെ, ഇത്ര വലിയ പ്രോബ്ലംസ് ഒന്നും ചോദിക്കില്ല, അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യാത്തത്, അങ്ങനെ സ്ട്രെസ് ചെയ്യാത്തത്. ഓക്കെ, പക്ഷേ ഇങ്ങനെയും ഫോർമുലാസ് ഉണ്ട് എന്ന് നമ്മൾ എന്ത് ചെയ്യണം? മനസ്സിലാക്കണം. ക്ലിയർ? അപ്പോൾ ആ ഫോർമുലാസും കൂടി എന്ത് ചെയ്യാം? ഒന്ന് ഓർത്ത് വയ്ക്കുക. ഇതാണ് സിമ്പിൾ ഡിഫറൻസിയേഷൻ്റെ പ്രോബ്ലംസ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ പ്രോബ്ലംസും അതിൻ്റെ ഫോർമുലാസും ആണ് നമ്മൾ എന്ത് ചെയ്തത്? എഴുതിയത്. ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ളത് ഓരോ ഫങ്ഷൻ വരുമ്പോൾ എങ്ങനെയാണ് വരുന്നത്, അല്ലെങ്കിൽ നമ്മളോരോ റേഷ്യോകൾ വരുമ്പോൾ നമ്മൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ള കാര്യമാണ് നോക്കേണ്ടത്. പിന്നെ നമുക്ക് നോക്കേണ്ടത് മാക്സിമം മിനിമം എന്താണെന്ന് നോക്കണം. അതുപോലെ തന്നെ നമ്മുടെ വാട്ട് വി കോൾ നമ്മുടെ നോർമൽ ടാൻജൻ്റ് എന്നും പറഞ്ഞിട്ടുള്ളൊരു സാധനമുണ്ട്. ഓക്കെ, അതും കൂടി നമുക്ക് എന്ത് ചെയ്യണം നോക്കാം. അത് നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്കതായാലും നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ, അപ്പോൾ ഓക്കെ ദെൻ, താങ്ക് യു.